നമസ്കാരം, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷം, ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്കും അതുപോലെ ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ പുകയ്ക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ കുന്തിരിക്കയോ അതുപോലെ ദശാങ്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പുകയ്ക്കില്ലേ സന്ധ്യ നേരത്ത്, അത് നല്ലതാണ് വീടിന്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഇൻസെക്ട്സ് വരാതിരിക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഇത് പുകച്ച് ഓരോ ബെഡ്റൂമിലും അതുപോലെ വീടിൻ്റെ മുക്കിലും മൂലയിലും അടുക്കളയിലോ നമ്മൾ പെരുമാറുന്ന സ്ഥലത്തൊക്കെ ഉമ്മറത്തോ ഒക്കെ വെക്കും. കൊതു വരാതിരിക്കാനും ഒക്കെ നല്ല തന്നെയാണ്. പിന്നെ നമുക്ക് ഈ എയർ ഫ്രഷ്നേഴ്സ് ഒന്നും എനിക്ക് പറ്റാത്ത കാരണം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഇത് കിട്ടുന്നത്. ഒരു നമുക്കൊരു സന്ധ്യ നേരത്തെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം, വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ ഒന്ന് പുകച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എള്ളുണ്ടയാണ്. പണ്ടുള്ളവരൊക്കെ ചെയ്തു തന്നിരുന്ന നമ്മുടെ എള്ളുണ്ട. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ചിലർ സൂപ്പ് വെച്ച് കഴിക്കും, ചിലർ ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് കിട്ടും. അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള എല്ലാവർക്കും, മുടി കൊഴിച്ചിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന എള്ളുണ്ട 2 തവണ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എള്ളുണ്ട തീർന്നു. അപ്പോൾ ഇത്തവണ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എപ്പോഴും കുറച്ച് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. ഒരു 200 ഗ്രാം അളവിൽ ഞാനിവിടെ എള്ള് എടുത്തിട്ടുണ്ട്. എള്ള് നന്നായിട്ട് കൊണ്ടുവന്ന് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതങ്ങനെ തന്നെ എടുക്കണം. കടയിൽ നിന്ന് വാങ്ങിച്ചോടുന്ന അങ്ങനെ തന്നെ ഇട്ടിട്ട് വറുക്കരുത്. അപ്പോൾ നമുക്ക് എള്ളുണ്ടി ഉണ്ടാക്കാം. ഏറ്റവും റിച്ച് കാൽഷ്യം, അയേൺ, മാഗ്നീഷ്യം എല്ലാം ഉള്ളതാണ് നമ്മുടെ എള്ളുണ്ട. അപ്പോൾ എള്ള് 200 ഗ്രാം നമ്മൾ ചട്ടിയിലിട്ട്, നമ്മുടെ ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുച്ചോട് കെട്ടിയുള്ള പാത്രം ഏതായാലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും വെക്കാതിരിക്കുക എപ്പോഴും. എള്ളി നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അരിയൊക്കെ വറുക്കണ പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. നമ്മളിതിന് മുൻപ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നതായിരുന്നാണ്. തീർച്ചയായിട്ടും ഇതും നമ്മൾ ഈ തവണയും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കുറേ പേര് എപ്പോഴും വീഡിയോ കണ്ടതിന് ശേഷമാണ് പല കാര്യങ്ങളും വീണ്ടും ചെയ്യുക. ഇപ്പം എണ്ണ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു വീഡിയോ കണ്ട് ആരെങ്കിലും റിസൾട്ട് കിട്ടുമ്പോഴാണ് അവർ വീണ്ടും ഉപയോഗിക്കണം. അപ്പോൾ ഇത്തവണത്തെ റിസൾട്ടും കൂടെ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എള്ള് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണം, പൊട്ടുന്ന ആ സ്മെൽ, അതായത് ആവുന്നതിൻ്റെ മണം വന്നിട്ടുണ്ട്. നല്ല വറവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ചൂടാറാൻ വെക്കണം. എന്നിട്ട് നമ്മുടെ നാളികേരം ഇതേ അളവിൽ 200 ഗ്രാം തന്നെയാണ് നാളികേരം എടുത്തിരിക്കണേ. അതും ചിരണ്ടിയതും കൂടെ ഇതേപോലെ വറുത്തെടുക്കണം. നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. 200 ഗ്രാം തന്നെയാണ്. 100-200 ഗ്രാം ഒക്കെ മതി. തേങ്ങ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടും നമുക്ക്. അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. നന്നായിട്ട് വറുത്തെടുക്കുക. നാളികേരവും നന്നായിട്ടായി. അതും നമ്മൾ ചൂടാറായിട്ട് എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ ശർക്കര നമ്മളിവിടെ ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചാൽ മതി. ഇതുപോലെ ലിക്വിഡായിട്ട് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എള്ളുണ്ടയായിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂട് വേണം ശർക്കരയുടെ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പാവ് കാച്ചിയിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേനും അത് ചൂടാറിയിട്ട് നമുക്ക് പൊടിക്കാം. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ ശർക്കര കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത്തവണ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തിരിക്കണേ. ഒന്ന് ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടാക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ട് നല്ല ഇത്തിരി തണുപ്പുണ്ട് ശർക്കരയ്ക്ക്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് കയ്യിൽ പിടിക്കാൻ കിട്ടില്ല. നമ്മൾ ശർക്കരയും പാവ് വെച്ച് എല്ലാം കറക്റ്റ്
കറക്റ്റ് പാകത്തിനാണ് ആ വറവ് വന്നിരിക്കണം കേട്ടോ. കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും, വല്ലാണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞും പോവും. നമുക്കറിയാം, കടിക്കുമ്പോൾ മനസ്സിലാവും. ഇത് കറക്റ്റ് പാകത്തിനാണ് മൂന്നും നമ്മൾ വറുത്തെടുക്കേണ്ടത്. അരിയും എള്ളും നാളികേരവും. ശർക്കര പാവ് കാച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ നമുക്കിനി പൊടിപ്പിച്ചിട്ടെടുക്കാം. എല്ലാം ചൂടാറിയിട്ടുണ്ട്. എള്ളും അതുപോലെ അരിയും നമ്മുടെ നാളികേരവും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. നാളികേരം ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പൊടിക്കണം, കാരണം നല്ല പാകത്തിലുള്ള വറവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവ് ഉണ്ടാവാൻ പാടില്ല. നനവില്ലാണ്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. കണ്ടോ, എനിക്ക് ഇത്രയും നൈസ് പൊടി വേണം. ചിലവർക്ക് ഇത്രയും നൈസ് ഇല്ലാണ്ട് എള്ളുണ്ട് അങ്ങനെ കടിക്കാൻ കിട്ടണം, അതിങ്ങനെ കിടക്കണം. പക്ഷെ കുട്ടികൾ ഇവിടെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ നല്ല ഫൈനായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളുടെ എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചത് നമ്മൾ ശർക്കര പാവ് കാച്ചിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോരോ ഉണ്ടയായിട്ട് എടുക്കാം. ശർക്കര ഇത്രയും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എടുക്കണ്ട. ഇത് കുറച്ചധികം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മധുരം കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി. എള്ള് നല്ലപോലെ ചേരുമ്പോൾ ഇത്തിരി കയ്പ്പ് രസം വരും ഒന്ന് കടിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇപ്പം ചൂടായിട്ടിരിക്കണ കാരണം കൊണ്ടാണ് ലൂസായിട്ടിരിക്കണേ. ശർക്കര ഒന്ന് മുറുകുമ്പോൾ കുറച്ചും കൂടെ കട്ടി കിട്ടും നമ്മുടെ എള്ളുണ്ടാക്കി കേട്ടോ. അരി കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ എനിക്കിവിടെ പറ്റുന്ന ചേരുവയൊക്കെ ഇത് തന്നെയാണ്. എനിക്കിവിടെ കുട്ടികൾ കഴിക്കണ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഒരാഴ്ച ഇത് പുറത്തിരിക്കും. നമ്മുടെ വറവനുസരിച്ച്, നാളികേരത്തിൻ്റെ വറവനുസരിച്ചും എള്ളിൻ്റെ വറവനുസരിച്ചും അരിയുടെ വറവനുസരിച്ചും ഇരിക്കും പുറത്തിരിക്കുന്നത്. കുറേ നാൾ ഇരിക്കില്ല. ഇത് ഇനി ശർക്കര കുറച്ചും കൂടെ ഒന്ന് ഇരിക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറക്കും. അപ്പോൾ നമ്മുടെ എള്ളുണ്ട ഡെയിലി ഓരോന്നെങ്കിലും കഴിക്കുക. പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാർക്കും കാൽഷ്യം സിന്തസിസ് ബോഡിയിൽ പ്രോപ്പറായിട്ട് നടക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. മുടി കൊഴിച്ചിലുള്ളവരുണ്ടാവും. ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലിയാണ് എള്ളുണ്ടാന്ന് പറയുന്നത്. അപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.